എന്തായാലും ഇനി വെച്ച് താമസിപ്പിക്കേണ്ട. എന്നും അവളെ കണ്ട് ഇനി എങ്ങനെ നിനക്കവളോട് പ്രണയം തോന്നി തുടങ്ങിയാലോ? ഇഷയുടെ വാക്കുകൾ അവന്റെ ഹൃദയത്തെ ഒന്നിളക്കി. ചാരുവിന്റെ നിഷ്കളങ്കമായ പുഞ്ചിരിക്കുന്ന മുഖം അവന്റെ മനസ്സിലേക്ക് ഓടിവന്നു. പ്രണയം? ദേവേട്ടാ! ചിന്തിച്ചു നിൽക്കുന്ന അവൾ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചതും അവന്റെ ചുണ്ടിൽ ചിരി വിടർന്നു. എത്ര കാലമായി നിന്റെ അടുത്തു നിന്നും ഇങ്ങനെ ഒരു വിളി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ടുകൊണ്ട് അവൻ അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തി. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ സമയം ദേവിന്റെ ഫോൺ റിംഗ് ചെയ്തു. അവളുടെ ഉദരത്തിലെ പിടിവിടാതെ തന്നെ അവൻ ഒരു കൈകൊണ്ട് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. ചാരു ആയിരുന്നു. ഹലോ, എവിടെയാ? ക്ലാസ് കഴിഞ്ഞു. ആ, ഒരു 10 മിനിറ്റ്, ഞാൻ ഇതാ വരുന്നു. അതും പറഞ്ഞ് അവൻ കോൾ കട്ടാക്കി. ആരാ? അത് സാരംഗിയാ. അവളുടെ ക്ലാസ് കഴിഞ്ഞു അത്രേ. അപ്പൊ അവളെ ഒന്ന് വീട്ടിലേക്ക് ആക്കി കൊടുക്കണം. ഓ, അവളെ കൊണ്ടാക്കലും കൊണ്ടുവരലൊക്കെ നീയാണോ? ഇഷ്ടംപോലെ കാറും ഡ്രൈവർമാരും ഇല്ലേ മാളിക്കൽ തറവാട്ടിൽ? അതിലേതെങ്കിലും ഒന്ന് പറഞ്ഞയച്ചാ പോരെ? അച്ഛന്റെ നിർബന്ധമാണ്. നിനക്കറിയാലോ, അച്ഛൻ പറയുന്നൊരു കാര്യം ചെയ്യാതിരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന്. ഞാൻ പോട്ടെ എന്നാ. നിന്റെ അടുത്ത് വണ്ടി ഉണ്ടല്ലോ അല്ലേ? നീ അതിലല്ലേ പോകുന്നേ? ആ, പോയിട്ട് വാ. നാളെ കാണാം. അവൻ അവളുടെ നെറ്റിയിൽ ഒരു ഉമ്മയും നൽകി അവിടെ നിന്നും നേരെ ചാരുവിന്റെ കോളേജിലേക്ക് പോയി. കോളേജിന്റെ ഗേറ്റിൽ ദേവിനെയും നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവളുടെ ഉള്ളം കടല് പോലെ ഇളകി മറിയുകയായിരുന്നു. തരുൺ സാർ പറഞ്ഞ വാക്കുകളും അയാളുടെ പ്രണയാർദ്രമായ മുഖവും അവളുടെ മനസ്സിനെ നോവിച്ചുകൊണ്ടിരുന്നു. എന്തിനായിരുന്നു ഈശ്വര ഇങ്ങനെയൊരു പ്രണയം എന്നിലേക്ക് എത്താതെ നീ നഷ്ടപ്പെടുത്തി കളഞ്ഞത്? അങ്ങനെ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ അവളുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ദേവിന്റെ കാർ അവൾ കണ്ടില്ല. അവൻ നീട്ടിയൊരു ഹോൺ അടിച്ചപ്പോഴാണ് അവൾ അത് ശ്രദ്ധിക്കുന്നത്. അവൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. ഏത് സ്വപ്നലോകത്തായിരുന്നു? അവൻ കാർ മുന്നോട്ടെടുത്തുകൊണ്ട് ചോദിച്ചു. ഞാൻ വെറുതെ ഓരോന്നിങ്ങനെ. എന്താ, വേദന എന്തെങ്കിലും ഉണ്ടോ? ഹോസ്പിറ്റലിൽ പോകണോ? ഏയ് വേണ്ട, ആ വേദനയെല്ലാം മാറി. ഇപ്പോഴുള്ള വേദന ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കൊന്നും മാറ്റാൻ കഴിയാത്തതാ. അതിന് മറുപടിയൊന്നും പറയാൻ ദേവിന് കഴിഞ്ഞില്ല. അവന്റെ മനസ്സ് ശൂന്യമായിരുന്നു. ഞാൻ ഈ ഗ്ലാസ് ഒന്ന് തുറന്നോട്ടെ? ഇതിനകത്ത് വല്ലാതെ വീർപ്പ് മുട്ടുന്ന പോലെ തോന്നുന്നു. അവൻ AC ഓഫാക്കി ഗ്ലാസ് താഴ്ത്തി കൊടുത്തു. ചാരു ഡോറിലേക്ക് തല ചായ്ച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. പുറത്തുനിന്നും വീശുന്ന തണുത്ത കാറ്റ് അവളുടെ മനസ്സിനെ ചെറുതായി തണുപ്പിക്കുന്ന പോലെ തോന്നി അവൾക്ക്. ആ സമയം ദേവ് സെന്റർ ഗ്ലാസ്സിലൂടെ അവളെ നോക്കുന്നുണ്ടായിരുന്നു. ഇളം കാറ്റിൽ പാറിക്കളിക്കുന്ന മുടിയിഴകളിൽ അവൾക്ക് ഭംഗി കൂടുതലുണ്ടെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു. വാലിട്ടെഴുതിയ കണ്ണുകളും ഇളം റോസ് നിറത്തിലുള്ള അധരങ്ങളും അവൻ അവളെ തളച്ചിട്ടു. ഒരു നിമിഷം ഡ്രൈവിംഗ് അവന്റെ നിയന്ത്രണത്തിൽ നിന്നും കൈവിട്ട് എതിർദിശയിൽ വന്ന കാറുകാരനെ ഇടിക്കാൻ പോയി. ദേവ് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നേ? സോറി ചേട്ടാ, സോറി. തന്റെ ഭാഗത്താണ് പൂർണ്ണമായ തെറ്റെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ തർക്കിക്കാൻ നിന്നില്ല. പെട്ടെന്നുള്ള അവന്റെ ബ്രേക്ക് പിടുത്തത്തിൽ ചാരുവും ഒന്ന് ഞെട്ടി. ഇഷയെ അഗാധമായി സ്നേഹിക്കുന്ന നീ എന്തിനാ അവളുടെ പുറകെ പോകുന്നത് ദേവ്? പണത്തിനു വേണ്ടി നിന്റെ അടുക്കൽ ജോലി ചെയ്യുന്ന വെറും ഒരു ജോലിക്കാരി മാത്രമാണ് അവൾ, അല്ലാതെ മറ്റൊന്നുമില്ല. അവൻ സ്വയം അവന്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. എന്താ പറ്റിയത്? അതൊന്നുമില്ല, ഡ്രൈവിംഗിൽ ചെറിയ പാളിച്ചകളൊക്കെ സാധാരണയല്ലേ. അടുത്ത ദിവസവും പതിവ് പോലെ ചാരുവിനെ കോളേജിലാക്കി കൊടുത്ത് ദേവ് വണ്ടി തിരിച്ചു. അവളെയും കാത്ത് തരുൺ സാർ കോളേജ് ഗേറ്റിന്റെ വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും അയാൾ അവളുടെ അടുത്തേക്ക് വന്നു. ദേവ് സൈഡ് ഗ്ലാസ്സിലൂടെ ഇത് കാണുന്നുണ്ടായിരുന്നു. അവൻ ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തി. ഇവളൊക്കെ പോക്ക് കേസ് തന്നെയാ. എന്റെ മുന്നിൽ വലിയ ശീലാവതിയായി അഭിനയിക്കുന്നതാ. എന്റെ കണ്ണ് തെറ്റിയാ വേറെ ആണുങ്ങളുടെ പിന്നാലെ പോവും. ഛേ, വൃത്തികെട്ടവള്. അവൻ ദേഷ്യത്തോടെ വണ്ടി മുന്നോട്ടെടുത്തു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഹസ്ബൻഡാണോ സാരംഗിയെ കൊണ്ടാക്കിയത്? ആ, അതെ. ഈ റെഡ് കളർ ചുരിദാർ തനിക്ക് നല്ലോണം ചേരുന്നുണ്ട് കേട്ടോ. താങ്ക് യു സർ. ഞാൻ പൊക്കോട്ടെ? അവൾ അതും പറഞ്ഞ് വേഗത്തിൽ നടന്നു. തരുൺ നിരാശയോടെ അവൾ പോകുന്നത് നോക്കി നിന്നു. എന്തായിരുന്നു മോളെ തരുൺ സാറും നീ തമ്മിലൊരു അടക്കം പറച്ചില്? ഓ, ചാറ് സുമ്മാ സ്നേഹാന്വേഷണം നടത്തിയതാ. ഈ സ്നേഹാന്വേഷണം ഒരു നടക്ക് പോകുമെന്ന് തോന്നുന്നില്ലല്ലോ. അന്ന് നീ പറഞ്ഞിരുന്നല്ലോ ഇത് തുടങ്ങി വെച്ച ഒരാളുണ്ട്, അയാളെ കൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കാമെന്നൊക്കെ. എന്നിട്ടെന്താ, അവസാനിച്ചില്ലേ? ഇല്ല, അയാൾക്കിത് അവസാനിപ്പിക്കാൻ ഒരു ഉദ്ദേശവുമില്ല. അതാരടി ഞങ്ങളറിയാത്ത ആള്? അതിപ്പോ നിങ്ങൾ അറിഞ്ഞ ശരിയാവില്ല. ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നല്ലേ? ഏയ്, നീ അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം.
അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സങ്കടവുമില്ല. നീ അതും ഇട്. നമുക്കിന്ന് കോളേജ് കഴിഞ്ഞിട്ട് ഒന്ന് കറങ്ങാൻ പോയല്ലോ. കല്യാണത്തിന് മുന്നേ കയ്യിൽ ക്യാഷ് ഇല്ലെന്നും പറഞ്ഞ് നീ എവിടേക്കും വരില്ലായിരുന്നല്ലോ. ഇപ്പൊ ആ പ്രശ്നം പരിഹാരമായില്ലേ? എന്റെ അടുത്ത് ക്യാഷ് ഒന്നുമില്ല എന്ന് പറയണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവളത് പറഞ്ഞ അവിടെ ചെറുതാവുന്നത് ദയവാണല്ലോ എന്നോർത്ത് അവളത് പറഞ്ഞില്ല. മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് ഒഴിവാകാമെന്ന് കരുതി. അയ്യോ, ഇന്നെനിക്ക് വച്ചില്ല. നന്ദു ഇന്ന് ഉച്ചയ്ക്ക് ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു. അവൾക്ക് ഇന്റേൺഷിപ്പ് നമ്മുടെ കോളേജിലാണത്രേ. ആഹാ, അടിപൊളി. എന്നാ അവളും വന്നോട്ടെ നമ്മുടെ കൂടെ. അവളും കൂടെ ഉണ്ടെങ്കിൽ നല്ല വൈബാവും. അവള് വരുമോ എന്നാവോ? അതെന്താ വരായിക? അവൾ എന്തായാലും വരും, ഞങ്ങൾക്കറിയാം. നിന്നെ ആദ്യം കോളേജിൽ കൊണ്ടാക്കാൻ വരുമ്പോ ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്നതല്ലേ. ഇങ്ങനെയുള്ള എൻജോയ്മെന്റ്സ് ഒക്കെ അവൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് എന്തായാലും അവൾ വരും. അന്ന് ഉച്ചയൊക്കെ ആയപ്പോഴേക്കും നന്ദു അവിടെ എത്തി. ക്ലാസ്സിന് പോകാനായോ? ഇല്ല, ഇന്റേൺഷിപ്പ് നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഞാൻ വെറുതെ ഇവിടെയും നിങ്ങളെയൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി വന്നതാ. അവൾ വന്നത് മുതൽ ചാരു അവളെ മൈൻഡ് ചെയ്യാതെ അപ്പുറത്തേക്ക് തിരിഞ്ഞു തന്നെ നിൽക്കുകയാണ്. ചാരു മേഡത്തിന് എന്താ ഒരു പിണക്കം? നന്ദ അവളുടെ കവിളിൽ നുള്ളി. നീ ഒന്ന് പോയിക്കേ. ചാരു അവളുടെ കൈ പിടിച്ചു മാറ്റി. ഓ, അങ്ങനെയാണോ? എന്നാ ഞാൻ പോവാ. അവൾ പോവാനൊരുങ്ങിയതും ചാരു അവളുടെ കൈ പിടിച്ചു. ആ, അങ്ങനെ വഴിക്കുവാ എന്റെ ചാരു പെണ്ണ്. എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം? നിങ്ങളിങ്ങനെ തെറ്റി കണ്ടിട്ടേ ഇല്ലല്ലോ. എന്തു പറ്റി? അത് ചുമ്മാ ഒരു സൗന്ദര്യ പിണക്കം. സൗന്ദര്യം കൂടിപ്പോയതുകൊണ്ടുള്ള പിണക്കാണോ? ഓ, അവളുടെ തൊളിഞ്ഞൊരു തമാശ. നിനക്കിപ്പൊ എന്റെ തമാശ ഒന്നും പിടിക്കില്ല. നിന്റെ മനസ്സിൽ വേറെ പലതും അല്ലേ. ആ പലതെല്ലാം കൂടെ ഒന്ന് മാത്രമാക്കാനാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നേ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിന്റെ ഇടയിലാണ് നേരെ ഓപ്പോസിറ്റുള്ള വരാന്തയിലൂടെ തരുൺ സാർ നടന്നു പോകുന്നത് കണ്ടത്. സാർ, അവൾ അവിടെ നിന്ന് കൈ കാണിച്ച് ഉറക്കെ വിളിച്ചു. അവളെ കണ്ടതും അയാൾ തിരിച്ചും കൈ കാണിച്ച് അവരുടെ അടുത്തേക്ക് വന്നു. എപ്പോ എത്തി? ഞാൻ ഉച്ചക്ക്. എന്നിട്ട് കൂട്ടുകാരുടെ പിണക്കമൊക്കെ മാറ്റിയോ? അത് മാറ്റാനാണ് ഇന്നിവിടേക്ക് വരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടോ? അപ്പോ അവരുടെ സംസാരം കേട്ട അമ്മ ചോദിച്ചു. ഇവളുടെ കാര്യത്തിന് വേണ്ടി കോണ്ടാക്ട് തുടങ്ങിയതാ. പക്ഷെ ഇപ്പൊ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാ. ഇവളുടെ കാര്യത്തിനോ? ഓ, അപ്പോ ഈ അവിഹിതത്തിന് കൂട്ടുനിൽക്കുന്ന ആൾ നീയാണല്ലേ. സ്വന്തം കൂട്ടുകാരിയോട് എന്തിനാ ഇങ്ങനെ ചെയ്യുന്നു നന്ദു? അവളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ ഞാൻ ഒന്നും ചെയ്യില്ല. എന്ത് നന്മ? ഇതിന് അസൂയ എന്നാണ് പറയാ. അല്ലെങ്കിൽ അവൾക്ക് കിട്ടിയിരിക്കുന്ന ഇത്രയും നല്ലൊരു ബന്ധത്തെ നശിപ്പിക്കാൻ നീ ശ്രമിക്കുമോ? അമ്മുവിന്റെ വാക്കുകൾ അവളുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്തി. അവളുടെ കൈ അമ്മുവിന്റെ കവിളിൽ പതിഞ്ഞു. നല്ല ബന്ധം. വലിയ അഹങ്കാരത്തിൽ നടക്കുന്ന ആതിഥേയ മാളികലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? അയാളെ പോലെയുള്ള ഒരു കാശുകാരൻ ഇവളെ പോലെയുള്ള ഒരു പാവം പെൺകുട്ടിയെ കല്യാണം കഴിച്ചത് ഇവളോട് പ്രണയം മൂത്തിട്ടല്ല. അയാളുടെ നന്ദു, മതി നിർത്ത്. ചാരു അവളുടെ വാ പൊത്തി. അപ്പോഴാണ് അവൾ എന്താണ് പറയാൻ പോയതെന്ന ബോധം നന്ദുവിനും ഉണ്ടായത്. സോറി ചാരു, ഞാൻ അറിയാതെ. നന്ദു തലയിൽ കൈവച്ചു. അവൾ പറഞ്ഞതെല്ലാം കേട്ട ഷോക്കിൽ നിൽക്കുകയാണ് അമ്മവും കാർത്തവും. അയാൾ ഒരിക്കലും ഇവളെ സ്നേഹിച്ചിട്ടില്ല, ഇനിയൊട്ട് സ്നേഹിക്കുകയില്ല. അയാൾക്ക് ദ്രോഹിക്കാൻ ഞാൻ എന്റെ ചാരുവിനെ ഇനി വിട്ടുകൊടുക്കുകയില്ല. നന്ദു അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തിനാ സാരംഗി അയാളെ പോലെയുള്ള ഒരു ദുഷ്ടന്റെ കൂടെ നിന്ന് നിന്റെ ജീവിതം നശിപ്പിക്കുന്നേ? എനിക്ക് കേട്ടിട്ട് സഹിക്കുന്നില്ല. നീ ഒരു വാക്ക് പറഞ്ഞാ മതി, നമുക്ക് ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും പോയി സന്തോഷത്തോടെ ജീവിക്കാം. ഇല്ല സർ, എന്നെ ഉപദ്രവിക്കുകയും എന്നോട് ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ആ മനുഷ്യനെ വെറുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ നിന്റെ ഉള്ളിൽ ഒരു ഇച്ചുപോലും ഞാനില്ലേ? തരുൺ ഒന്നുകൂടി അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നു. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. ക്ലാസ് കഴിഞ്ഞ് ചാരുവിനെ കൊണ്ടുപോവാനായി വന്ന ദേവ് ഗേറ്റിനരികിൽ വണ്ടിയുമായി കുറെ കാത്തിരുന്നിട്ടും അവളെ കാണാതായപ്പോ ക്ലാസ്സിലേക്ക് അവളെയും അന്വേഷിച്ചു വന്നു. അപ്പോൾ അവൻ കാണുന്ന കാഴ്ച ചാരുവിനോട് ചേർന്ന് നിൽക്കുന്ന തരുൺ സാറിനെയാണ്. തുടരും.